ഹായ് ഹലോ. അപ്പോൾ സ്നേഹക്കൂടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടില് ഇപ്പോൾ സേതുവിന്റെ പേരിലാണ് സ്വത്തുക്കളെല്ലാം എഴുതി വെച്ചിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ സേതു പൊന്നുമടത്തിൽ വന്ന് താമസിക്കണം എന്ന് മുദ്രപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് മാധവൻ മരണപ്പെട്ടത്. ഈ ഒരു കാര്യം അറിഞ്ഞതിന്റെ പേരിൽ വലിയ കോലാഹലങ്ങളാണ് ഋതുവും പ്രതാപനും കൂടി ആ ഒരു പൊന്നുമടം വീട്ടില് നടത്തിയത്. എന്നാൽ അത് നമ്മുടെ പൂർണിമ ടെക്സ്റ്റൈൽസ് ഒരിക്കലും സേതുവിനെ വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള ഒരു വാശിയിലാണ് ഋതു. ഈ ഒരു അവസരങ്ങളെല്ലാം മുതലാക്കിക്കൊണ്ട് പൂർണിമയുടെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കി അവരെ അടിച്ചു പുറത്താക്കി കോടീശ്വരനാവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതാപൻ. എന്നാൽ ഇതിനെല്ലാം തിരിച്ചടി എന്നുള്ള രീതിയിൽ സേതുവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലും കൂടിയാണ് നമ്മൾ കുറിപ്പ്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ പല്ലവിയുടെ ആ ഒരു ജാതകം നോക്കുന്ന തിടുക്കത്തിലാണ് ജാതകം നോക്കി. പക്ഷേ ജ്യോത്സ്യൻ പറഞ്ഞ ഒരു കാര്യം, പല്ലവിയുടെ ജാതകത്തിൽ ഒരിക്കലും ഈ 6 മാസം വരെ വിവാഹം നടക്കാൻ പാടില്ല. അങ്ങനെ വിവാഹം നടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ വിവാഹം പല്ലവിക്ക് സുഖമായിട്ട് ജീവിക്കാനായിട്ട് പറ്റത്തില്ല. വലിയ പ്രശ്നങ്ങൾ കാരണം അവർ തമ്മിൽ പിരിയും എന്ന് ജാതകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് അറിഞ്ഞിട്ടാണോ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചത് എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അവിടെ പല്ലവിയുടെ അമ്മ പറഞ്ഞത് ഇല്ല, മാഷ് ജാതകം നോക്കാൻ പോയതാണ്, പക്ഷേ ഒരു കുഴപ്പവും ഇല്ല എന്നാണ് ജ്യോത്സ്യൻ പറഞ്ഞത്. ഇത് കേട്ടിട്ടും പല്ലവിയുടെ ജാതകം ഇപ്പൊ നോക്കുന്ന ജ്യോത്സ്യൻ പറഞ്ഞത് ഒരിക്കലും അങ്ങനെ സാധ്യമാകത്തില്ല. ജ്യോതിഷം അറിയാവുന്ന ഒരാളും അങ്ങനെ പറയത്തില്ല. കാരണം പല്ലവിയുടെ ജാതകത്തില് ഇപ്പോ മോശം സമയമാണെന്നും 6 മാസം കഴിയുമ്പോൾ പല്ലവിക്ക് നല്ല സമയം വരുമെന്നും 6 മാസത്തിന് ശേഷം പല്ലവിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും, നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാകും, സന്തോഷത്തോടെ പല്ലവി ജീവിക്കും എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എല്ലാവർക്കും സന്തോഷമായി. എന്ന് ജ്യോത്സ്യൻ പോയതിനു ശേഷം പല്ലവിയുടെ അമ്മ മാഷിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, മാഷ് സത്യം പറ, എന്നോട് ഇപ്പോഴെങ്കിലും സത്യം പറ, പല്ലവിയുടെ ജാതകം നോക്കിയിട്ടാണോ ഈ വിവാഹം കഴിച്ചത്, ഈ വിവാഹം നടത്തിയത് എന്ന് ചോദിക്കുമ്പോൾ മാഷ് സത്യം പറഞ്ഞു, ഒരിക്കലും ഞാൻ ഈ ഒരു ജാതകം നോക്കിയിട്ടില്ല എന്നും ഇന്ദ്രനെ പോലെ ഒരു നല്ല ആളാണ് വരുന്നത്, അല്ലെങ്കിൽ പല്ലവിക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ കിട്ടുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു ജാതകം നോക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല. ആ ഒരു വിവാഹം നടത്തണം, പല്ലവിക്ക് നല്ലൊരു സന്തോഷപ്പെട്ട ഒരു ജീവിതം കിട്ടണം എന്നൊരു കാര്യം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ എന്നവിടെ പറഞ്ഞപ്പോൾ പല്ലവിയുടെ അമ്മയുടെ ചങ്ക് തന്നെ തകർന്നു പോയി. സ്വന്തം മകളുടെ ജീവിതം വെച്ചാണോ ഇങ്ങനെ ഭാഗ്യപരീക്ഷണം ചെയ്തത്, ഇങ്ങനെ ഭാഗ്യപരീക്ഷണം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവളുടെ ജീവിതം തകരാൻ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പൊട്ടിത്തെറിയും കലഹങ്ങളായിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ഇതിന്റെ പേരിൽ പാറു വന്നിട്ട് പോലും പാറുവിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് ചെയ്തത്. അവസാനം അവിടെ സംഘർഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സന്തോഷ വാർത്തയുമായിട്ട് പല്ലവി ആ വീട്ടിലോട്ട് കടന്നു വന്നത്. പല്ലവിയെ കണ്ട ഉടനെ തന്നെ പാറു ഓടിപ്പോയി പല്ലവിയുടെ കയ്യിൽ എന്താണുള്ളത്, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് പാറു ആദ്യം പോയി നോക്കിയത്. അങ്ങനെ ഒരു കട്ട്ലേറ്റും ആയിരുന്നു പല്ലവി കൊണ്ടുവന്നത്. സന്തോഷത്തോടെ എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ എന്താ സന്തോഷം, അല്ലെങ്കിൽ എന്താ ഇത് ഇത്ര പെട്ടെന്ന് വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് കാരണം എന്ന് ചോദിക്കുമ്പോഴാണ് പല്ലവി ആ ഒരു കാര്യം പറഞ്ഞത്. എനിക്ക് നഷ്ടപ്പെട്ട ആ ഒരു ജോലി തിരിച്ചു കിട്ടി, എന്നോട് കോളേജിലോട്ട് തിരിച്ചു വരാനായിട്ട് മാനേജ്മെന്റ് വിളിച്ചു പറഞ്ഞു, അങ്ങനെ നാളെ തൊട്ട് ഞാൻ കോളേജിലോട്ട് ജോയിൻ ചെയ്യുവാണ് എന്ന് പല്ലവി പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി. പല്ലവിയുടെ ആ ഒരു ജോലി പോയപ്പോൾ പല്ലവിയുടെ വരുമാനത്തിൽ അത്യാവശ്യം കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നപ്പോൾ പല്ലവിയുടെ ആ ഒരു ജോലി പോയപ്പോൾ ഒരുപാട് സങ്കടമായിരുന്നു എല്ലാവർക്കും. പല്ലവി പഠിച്ച രീതിയിലുള്ള ഒരു ജോലി വേണം കിട്ടേണ്ടത്, അല്ലാതെ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാനായിട്ട് പല്ലവിക്കും താല്പര്യമില്ല. അതാണ് വെയിറ്റ് ചെയ്തത്. പക്ഷേ സേതു കാരണമാണ് ഈ ഒരു ജോലി തിരിച്ചു കിട്ടിയത് എന്ന് പല്ലവിക്ക് നല്ലതുപോലെ മനസ്സിലായി. അങ്ങനെ എല്ലാവരോടും സന്തോഷം പങ്കുവച്ചതിന് ശേഷം പല്ലവി നേരെ സേതുവിനെ വിളിച്ചു, എന്നിട്ട് വിവരം അറിയിച്ചു. അപ്പോൾ സേതുവിന് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ നമുക്കിനി ഇപ്പം എന്തായാലും ഉടനെ കാണാം, എനിക്കൊന്ന് കാണണം എന്ന് പല്ലവി പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സന്തോഷം പങ്കുവെച്ച് സംസാരിക്കുന്നതെല്ലാം പാറു കേട്ടു. അങ്ങനെ പാറു പല്ലവിയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി സത്യം പറ, ചേച്ചിക്ക് സേതുവേട്ടനെ ഇഷ്ടമാണോ, ഒരു ഫ്രണ്ടായിട്ടുള്ള രീതിയിൽ മാത്രമാണോ, അതോ ചേച്ചിക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പല്ലവി പറഞ്ഞത് എനിക്ക് സേതുവിനെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ മനസ്സിൽ അത് അഗാധമായ പ്രണയമാണെന്നാണ് പല്ലവി പറഞ്ഞത്. പക്ഷെ ഇത് വെറും തമാശയായിരുന്നു. ഒരിക്കലും പല്ലവിക്ക് പല്ലവി തന്നെ പറയുന്നുണ്ട്, ഞാൻ വെറുതെ പറഞ്ഞതാ, കാരണം എനിക്ക് ഇനി ഒരാളെ സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല, സേതുവേട്ടൻ ഒരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ്, അല്ലാതെ അതിനപ്പുറം ഒരു ബന്ധവും ഞങ്ങൾക്കിടയിൽ ഇല്ല എന്ന് പല്ലവി പറഞ്ഞുവെങ്കിൽ പോലും ഇതൊന്നും വിശ്വസിക്കാനായിട്ട് പാറു തയ്യാറായില്ല. അങ്ങനെ ഫ്രണ്ടാണ് ഒരു ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഒരു നാൾ പ്രണയമായിട്ട് മാറുന്നത് എന്ന് തന്നെ പാറു കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.
എന്നാൽ ഈ ഒരു പല്ലവിക്ക് ജോലി കിട്ടി ഇത് എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ ഇന്ദ്രന്റെ മനസ്സിൽ ഭയങ്കര ദേഷ്യമാണ്. അതിൻ്റെ ഇടയിൽ കുറച്ചുകൂടി എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് അവിടെ രാജലക്ഷ്മി സംസാരിക്കുന്നുണ്ട്. എന്തായാലും അവളുടെ ജോലി നഷ്ടപ്പെടണം, അവള് ഇവിടെ വന്ന് എൻ്റെ കാലിൽ വീണ് മാപ്പ് പറയണം എന്നൊക്കെ വാശിയിലാണ് നിൽക്കുന്നത്. ഇന്ദ്രൻ പറഞ്ഞത് എന്തായാലും എനിക്കൊരു ജോലി നഷ്ടപ്പെടുത്തി കൊടുക്കാനായിട്ട് സാധിച്ചു, പക്ഷേ പെട്ടെന്ന് തന്നെ അവൾക്ക് ജോലി തിരിച്ചു കിട്ടി. എന്തായാലും ഞാൻ ഇത് കുളമാക്കും, പല്ലവിയുടെ ഈ ജോലി ഞാൻ നഷ്ടപ്പെടുത്തിയിരിക്കും, എന്നിട്ട് അവളെ ഈ ജോലിയൊന്നും ഇല്ലാതെ തെരുവിൽ ഞാൻ നിർത്തും. പക്ഷെ ഒരിക്കലും കാല് പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള പെൺകുട്ടിയാണ് അവള്. അതുകൊണ്ട് എന്തായാലും അവളുടെ ജോലി ഞാൻ കളഞ്ഞു കുളിച്ചിരിക്കും എന്നൊരു വാശിയിലാണ് ഇന്ദ്രനും. എങ്ങനെയെങ്കിലും പല്ലവി ജോലിയില്ലാതെ നടു റോഡിൽ നിൽക്കുന്നത് ഇന്ദ്രനെ കാണണം. ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ ഇങ്ങനെയെല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയം ഇതൊന്നും അറിയാതെ ഇന്ദ്രൻ തനിക്ക് നേരെ പുതിയൊരു വജ്രായുധം പ്രയോഗിക്കാൻ പോകുന്നു എന്ന് പോലും അറിയാതെ പല്ലവി സേതുവിനെ കാണാൻ വന്നു. സേതുവിനോട് അപ്പോൾ സേതു ഒരുപാട് പ്രതീക്ഷിച്ചു, വേറെ എന്തോ പറയാൻ വേണ്ടിയിട്ട് വരുവാണെന്ന്. അപ്പോൾ പല്ലവി എന്തായി എന്നോട് പറയാൻ വന്നത്, പറ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആകാംക്ഷയോടെ കേൾക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്ന സമയത്താണ് പല്ലവി പറഞ്ഞത്, ഒരുപാട് നന്ദിയുണ്ട്, എനിക്ക് ഈ ഒരു ജോലി വാങ്ങിച്ചു തന്നത് സേതുവേട്ടനാണെന്ന് എനിക്ക് അറിയാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നഷ്ടപ്പെട്ട ജോലി ഞാൻ പല്ലവിക്ക് തിരിച്ചു വാങ്ങിച്ചു തരുമെന്ന്, അതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ സേതുവിന് ഒരുപാട് സന്തോഷം തോന്നി. അവരെ ഒരുപാട് സംസാരിച്ചു. അങ്ങനെ രാവിലെ തന്നെ പല്ലവി ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ഒരു സമയം ഈ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പൊന്നുമുടം വീട്ടിൽ മറ്റൊരു പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ പൂർണിമയും മക്കളെയും തകർത്ത് ആ ഒരു സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതാപന്റെ കരുക്കളാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തലേദിവസം തന്നെ ചെക്ക് വാങ്ങിച്ചുകൊണ്ട് അവിടുത്തെ ടെക്സ്റ്റൈൽസിലെ പൂർണിമ ടെക്സ്റ്റൈൽസിലെ സാധനങ്ങളുടെ ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് പൂർണിമയുടെ കയ്യിൽ നിന്ന് ചെക്ക് വാങ്ങിച്ചുകൊണ്ട് പോയി. പക്ഷെ ആ ചെക്ക് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ആ ഒരു പൈസ കൊടുത്തില്ല എന്ന് കുറുപ്പ് അവിടെ വന്ന സമയത്താണ് കുറുപ്പിന് മനസ്സിലായത്. കുറുപ്പ് സാറ് ആ ഒരു ടെക്സ്റ്റൈൽസിലോട്ട് വരികയും അവിടെ ഈ സാധനങ്ങൾ വാങ്ങിച്ച കമ്പനിയുടെ മാനേജർ വന്നിട്ട് പൂർണിമ ടെക്സ്റ്റൈൽസിലെ മാനേജറോട് വഴക്കുണ്ടാക്കുവാണ്. അപ്പോൾ എന്താ കാര്യമെന്ന് തിരക്കിയപ്പോഴാണ് ഇതേപോലെ മാധവൻ സാർ മരിക്കുന്നതിന് മുന്നേ തന്നെ പൈസ എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു, മരിക്കുന്ന സമയത്ത് ഞങ്ങൾ 2 ലോഡ് ഇവിടെ ഇറക്കിയിട്ടുണ്ട്, പക്ഷെ അതിന്റെ പൈസ ഇതുവരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല എന്നും ലക്ഷങ്ങളാണ് തരാനുള്ളത് എന്ന് പറഞ്ഞപ്പോൾ കുറുപ്പിന് പ്രതാപന്റെ ഏകദേശം കളികൾ മനസ്സിലായി. ആ സമയം പ്രതാപം വന്നുവെങ്കിലും ചെക്ക് ബൗൺസ് ആയി പോയി. ചെക്കിൽ എന്തോ അക്കൗണ്ട് ഇഷ്യൂ ഉണ്ട്, അപ്പോൾ അത് ശരിയായ ഉടനെ തന്നെ പൈസ തിരിച്ചു കൊടുക്കും എന്നാണ് പ്രതാപൻ പറഞ്ഞുവെങ്കിലും പ്രതാപന്റെ ആ ഒരു വാക്കുകൾ, ആ ഒരു തീരുമാനത്തോട് യോജിക്കാനോ വിശ്വസിക്കാനോ കുറുപ്പ് തയ്യാറായില്ല. അപ്പോൾ കുറുപ്പിന്റെ മനസ്സിൽ ഈ ഒരു കാര്യം, പക്ഷേ ഇതിനെപ്പറ്റി പ്രതാപനോട് ചോദിച്ചപ്പോഴും ഈ ഒരു കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല, ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഞാനുണ്ട്, കാര്യസ്ഥന്റെ പണി നോക്കിയാൽ മതി എന്നാണ് അവിടെ പ്രതാപൻ ദേഷ്യപ്പെട്ട് പറഞ്ഞത്. എന്നാൽ ഇനി ഒരിക്കലും ഇങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റത്തില്ല. പ്രതാപന്റെ കയ്യിൽ എന്തൊക്കെ കള്ളക്കളികളുണ്ട്, ഇത് എത്രയും പെട്ടെന്ന് സേതുവിനെ അറിയിക്കണം, സേതുവിനെ തിരിച്ചു കൊണ്ടുവരണം എന്ന ലക്ഷ്യത്തോടു കൂടി കുറുപ്പ് നമ്മുടെ സേതുവിനെ വിളിക്കുകയും എന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ എന്ത് സംഭവിച്ചാലും എനിക്കറിയേണ്ട ആവശ്യമില്ല. ആ ഒരു മാധവന്റെ ചടങ്ങ് കഴിയുന്നത് വരെ ഞാൻ അവിടെ നിന്നത് തന്നെ ഒരു കറുത്ത നാളുകളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്തായാലും പറ്റത്തില്ല, ഞാൻ അങ്ങോട്ട് വരത്തില്ല എന്ന് പറയുമ്പോഴും കുറുപ്പ് പറഞ്ഞത്, നീ ഇങ്ങോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ 3 പെൺകുട്ടികളെയും പൂർണിമയും കൂടി പ്രതാപൻ തെരുവിലോട്ട് ഇറക്കി വിടും. അമ്മാതിരിയുള്ള കള്ളക്കളികളാണ് പ്രതാപൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ചതി അവൻ ചെയ്യുന്നുണ്ട്. ആ ഒരു പൊന്നുമടം വീടും ടെക്സ്റ്റൈൽസും എല്ലാം നമുക്ക് നഷ്ടമാകും. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടെ വന്നേ പറ്റത്തുള്ളൂ, നീ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ മാത്രമേ പ്രതാപനെ അടക്കി നിർത്താനായിട്ട് സാധിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും കേട്ടിട്ട് ഇഷ്ടപ്പെടാതെ സേതു കോൾ വയ്ക്കുവാണ്. എന്നാൽ കാര്യങ്ങൾ തിരക്കിയ ഫ്രണ്ട്സിനോട് സേതു കാര്യം പറയുകയും സേതുവേട്ടൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നതാണ് നല്ലത്, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കൈവിട്ട് കാര്യങ്ങൾ പോകും എന്ന് പറഞ്ഞപ്പോൾ സേതുവിനും എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്നുള്ളൊരു തീരുമാനമായി. രാവിലെ തന്നെ പല്ലവി കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി, സേതുവിനെ വിളിച്ചു, സംസാരിച്ചു, എന്നിട്ട് കോളേജിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് കോൾ വെച്ച് പല്ലവി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇന്ദ്രൻ പല്ലവിയുടെ വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് പേടിച്ചിട്ടാണ് പല്ലവി നിൽക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും പൊന്നുമടം വീടിനെ തകർക്കാൻ ശ്രമിക്കുന്ന പ്രതാപന് ഒരു തിരിച്ചടിയായിട്ട് സേതുവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കുറുപ്പ് ശ്രമിക്കുന്നത്. എന്നാൽ അവസാനം സേതു എന്ത് തീരുമാനത്തിലെത്തും? പൊന്നുമടം വീട്ടിൽ വന്ന് താമസിക്കുകയും അവരെ സഹായിച്ച് പ്രതാപന്റെ ഈ ചതി പുറത്താക്കി അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സേതു തയ്യാറാകുമോ? അതോ മറിച്ച് തന്റെ കയ്യിലുള്ള സ്വത്തുക്കളെ തിരിച്ചു കൊടുത്ത് തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തനിക്ക് ഒരിക്കലും അവരുമായിട്ടുള്ള ഒരു ബന്ധവുമില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് സേതു തയ്യാറാകുമോ?
അത് അനിയത്തിക്കും അമ്മയ്ക്കും എന്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇതിലൊന്നും ഇടപെടത്തില്ല എന്നുള്ള രീതിയിലായിരിക്കുമോ സേതുവിന് നിൽക്കാൻ പോകുന്നത്? ഇന്ദ്രന്റെ ഈ ഒരു ചതിയിൽ നിന്നും പല്ലവിയെ വീണ്ടും രക്ഷിക്കാനായിട്ട് സേതുവിന് സാധിക്കുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരെ പോലെ എനിക്കോട് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായിട്ട് നാളെ കാണാൻ പറ്റുമായിരിക്കും. ബൈ.